ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നെയ്ഫ് വന്നിട്ട് എന്റെ അടുത്ത് തൃപ്പേര ഏകദേശം വരുന്നുണ്ടോന്ന് നോക്കണം. ഞാൻ പിന്നെ വേറെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ അവന്റെ ഒപ്പം മലപ്പുറത്ത് നിന്ന് തൃപ്പേരക്കുള്ളടുത്ത് ബസ് പിടിച്ചു. അവിടെ എത്തിയപ്പോ തന്നെ അവൻ എന്നെ കൊണ്ട് ആദ്യം പോയത് നാട്ടിക പള്ളിയിലോട്ടാണ്. പിന്നെ അവിടെ നിന്ന് വീട്ടിലോട്ട് പോയി. വീട്ടിൽ നിന്ന് ഒരു തണ്ണിമത്തൻ ജ്യൂസും ചപ്പാത്തി ചിക്കനും കൂടി ഒരു പിടി പിടിച്ച് നേരെ അമ്പലത്തിലോട്ട് അങ്ങനെ ഇറങ്ങി. അവിടെ എത്തിയപ്പോ നിൽക്കണ എന്റെ നാട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ അവരൊക്കെ കണ്ടുകിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴും നെയ്ഫിന്റെ ഫ്രണ്ട്സിനൊക്കെ കാണണ്ടായി. അതിനെ മാത്രം തിരക്കുണ്ട് ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് തൃപ്പേര ഏകദേശം കാണാനായിട്ട് ഇവിടെ വരുന്നത്. കൊള്ളാന്തായാലും ഈ ആകാശത്തേക്ക് പൊന്തിപ്പോണ ഡ്രാഗനില്ലേ ഇവരുടെ ഇപ്പൊ എല്ലാവരും പേടി സ്വപ്നം. കുറച്ചു നേരം അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു അവന്റെ കൂട്ടുകാരെ കിട്ടിട്ടാ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും നേരെ ജയിന്റിലോട്ട് കയറി. നല്ല രസമായിരുന്നു. ഇത്ര ഹൈറ്റിൽ ഇങ്ങനെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗം മൊത്തം കാണായിരുന്നു. ജയിന്റ് വലിയ കയറി കിക്ക് മാറിനേക്കാൾ മുമ്പ് നേരെ പോയി കയറി നേരത്തെ കാണിച്ച ഡ്രാഗനിലോട്ട്. ഈ സാധനം പിന്നെ പെട്ടെന്ന് മുകളിലോട്ട് താഴത്തോട്ട് പോകുമ്പോഴേ ചെറുതായിട്ട് ഉള്ളിൽ നിന്ന് സാധനങ്ങൾ പോകും. എന്നാലും നമുക്കുണ്ട പേടി ചില്ലായിട്ട് ഇരുന്ന് അതിൽ ഇറങ്ങിയപ്പോ ചെറിയൊരു തലയിറക്കം. അടിപൊളി സാധനം. ഞങ്ങളങ്ങനെ നോൺ വെജ് കഴിച്ച് വന്നോണ്ടേ അമ്പലത്തിനുള്ളിലോട്ട് കയറാൻ പറ്റില്ല. അപ്പൊ പുറത്തുനിന്ന് ഇങ്ങനെ ഉള്ളിലുള്ള ആനകളൊക്കെ ഉണ്ടെങ്കിൽ നിന്ന് ഒരു സൈഡിൽ നെയ്ഫ് തോക്കെടുത്ത് വെടി പിടിച്ച് കളിക്കുന്നു. അപ്പുറത്തിറങ്ങി ഹാസിൽ പെണ്ണിലെങ്കിലും ഇമാജിനറി ഗേൾഫ്രണ്ടിലായിട്ടുള്ള കമ്മലൊക്കെ നോക്കുന്നുണ്ട്. അടുത്ത ഏകദേശം പെണ്ണ് സെറ്റ് ആക്കിയിട്ട് വാങ്ങിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ പോയി. പിന്നെ ഹോസ്റ്റലിൽ പോയിട്ട് തിന്നാനായിട്ട് കുറച്ച് മുറുക്കും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി. ഇനി എന്തായാലും പോയി കിടന്ന് ഉറങ്ങട്ടെ. നാളെ തിരിച്ച് മലപ്പുറത്തേക്ക് പോകണമല്ലോ. അപ്പൊ ശരി എന്നാ ബൈ.